ഈ കല്യാണത്തിന് ഈ അച്ഛനമ്മമാര് ഐ മീൻ മക്കൾക്ക് കൊടുക്കുമല്ലോ, അതായത് എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ നീ പൊന്നു പോലെ നോക്കണം, എൻ്റെ മോനെ ഈ പൊന്നു, അങ്ങനെ കുറെ ഇവര് തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമല്ലോ. ഇങ്ങടെ ഐ മീൻ ചേച്ചിയുടെ ചേട്ടൻ്റെ മക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരോട്, എൻ്റെ അമ്മനെ നോക്കണം, എൻ്റെ അച്ഛനെ നോക്കണം, അങ്ങനെയല്ല കോൺവെർസേഷൻ. പ്രത്യേകിച്ച് ശ്വേത എന്ന് പറഞ്ഞ യൂട്യൂബറാ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ ഒരുപാട് ഡയലോഗുകൾ വരും ഇതണക്കുള്ള. അങ്ങനെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ മക്കളും അതുമായിട്ട് പിന്നെ കോർഡിനേറ്റ് പോകും. അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഈ ഇപ്പം എന്തായാലും നിങ്ങൾ തമ്മി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു, എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ ഹാപ്പിയാണ്, അത് നമുക്ക് സംസാരത്തിലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. ഇനി അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്താണ് ഇനി രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ ലൈഫിൽ ഒരുമിച്ച്? പണ്ട് കുറേ സ്വപ്നങ്ങൾ, ഇപ്പം ചേച്ചി അറിഞ്ഞു കാണത്തില്ല, ചേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അത് സാധിച്ചില്ല ഓഫ് കോഴ്സ്. പക്ഷെ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ്. എന്താണ് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ പലതും? ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അന്നേരം ഇനി അങ്ങോട്ട് ട്രാവലിൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഇതാണ്. ഞാൻ എവിടെ ട്രാവൽ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാൻ കറക്റ്റ് ആളിനെ കിട്ടി അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചേ? അതെ, രണ്ടുപേരും അങ്ങോട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക, അതാണ് രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ. രണ്ടുപേരുടെ ഈ ഇഷ്ടങ്ങൾ, ഇപ്പൊ ചേച്ചിക്ക് ചേട്ടനെ മനസ്സിലാക്കി എത്രത്തോളം പുള്ളിയുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ പുള്ളിയുടെ ഇഷ്ടക്കേടുകൾ എന്തൊക്കെയായിരുന്നു ചേച്ചി മനസ്സിലാക്കിയെടുത്തത് ഈ ഒരു കുഞ്ഞു സമയം കൊണ്ട്? അത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ വൈഫിൻ്റെ സെയിം ക്യാരക്ടറായില്ല എല്ലാം, ആൾമോസ്റ്റ് 90% അത് തന്നെ. അന്നേരം എനിക്കൊരു പുതിയ ആൾ വരുന്ന ഒരു ഫീലിംഗ് ഇല്ല. പറയരുത്, എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ഒരു സിമിലാരിറ്റി ഇല്ല, ഒരു സിമിലാരിറ്റി ഇല്ല. അങ്ങനെ എൻ്റെ മക്കളോടും അങ്ങനെ, മക്കളും എന്ന് വെച്ചാൽ രണ്ടുപേരും വെളിയിലാണ് വളർന്നതെങ്കിൽ അവര് ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര എന്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്ക്. അവർക്കൊരു 2 days കിട്ടിയായിരുന്നു, മോനും വൈഫും കൂടി പോളണ്ടിൽ നിന്ന് വന്നപ്പം എറണാകുളത്ത് എന്റെ ഫ്ലാറ്റിലോട്ടാണ് അവർ വന്നത്. അവരവിടെ ഒരു 2 രാത്രിയും 2 പകലും ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ഭയങ്കര ക്ലോസ് ആവാൻ നമുക്ക് കൂടുതലും സമയം കിട്ടി. അതേപോലെ ചേച്ചിക്കോ? ഐ മീൻ ചേട്ടൻ്റെ ഒരു ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ചേട്ടനെ ആ ഒരു പേഴ്സണെ പറ്റി എത്രത്തോളം മനസ്സിലാക്കിയെടുത്ത് ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ? ഇനിയും മനസ്സിലാക്കാൻ ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ പറ്റൂല. എങ്കിലും എനിക്കിപ്പോൾ ഒരു തോന്നുന്നതിൻ്റെ 95% എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെ എപ്പോഴൊക്കെ പറയുമെന്ന് ഇപ്പൊ എനിക്കറിയാം. അതല്ല, ഒരുപാട് നീറ്റ്നെസ്സിനെ പ്രിഫർ ചെയ്യുന്ന ആളാണ്. OCD അല്ല, എന്നാലും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും. ഒരു സാധനം അവിടെ വെക്കണം അങ്ങനെ. ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഒന്നുമല്ല, ഇവിടെ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പം ഓർഗനൈസ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ അത് നല്ലത് തന്നെയാണ്, അതെനിക്ക് ഇഷ്ടമാണ്, ആസ്വദിക്കുന്നുണ്ട്. അതെ അതെ. എന്തെങ്കിലും ഹോബീസ് രണ്ടുപേർക്കും പരസ്പരം എന്തെങ്കിലും പരിപാടികൾ, ഐ മീൻ ഹോബീസ് അങ്ങനെ എന്തെങ്കിലും? ചേട്ടന് ട്രാവൽ മാത്രമേ ഉള്ളൂ. ചേട്ടനതേ ഉള്ളൂ. ചേച്ചിക്കോ? ഹൗസ് വൈഫ് എന്ന് പറയരുത് പ്ലീസ്. ഹൗസ് വൈഫ് ഒന്നും പുള്ളിക്ക് ഇതാണ് ആക്ടിങ് ഒരു അത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം മുന്നോട്ട് ഇതിപ്പം എന്തായാലും ചേച്ചി കുറച്ചും കൂടെ, നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടെ വൈറൽ കപ്പിൾസ് ആയി, മുന്നോട്ട് ഇനി ഓഫേഴ്സ് വരുമ്പോൾ എന്താണ് അവസ്ഥ? ചേച്ചിനെ വിടുവോ? വിടുന്നതിന് വർഷം